തിരുവനന്തപുരം നഗരത്തെ ആവേശപൂരത്തിൽ ആറാടിച്ച് ഓണാഘോഷത്തിന് സമാപനമായി. ഘോഷയാത്ര കാണാൻ നഗരവീഥികളിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. സമാപനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുഴയൊഴുകും പോലെ ഓണക്കാഴ്ചയിലേക്ക് ആളുകൾ ഒഴുകി. ഓണം വാരാഘോഷങ്ങളുടെ മുഖ്യ കേന്ദ്രമായ കനകക്കുന്നിലും പ്രധാന വഴികളിലും വൻ തിരക്കാണ് ദൃശ്യമായത്. തൊണ്ണൂറ്റിയൊന്ന് ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളും സംഗീതവും ചാരുത പകരുന്നതായിരുന്നു ഘോഷയാത്ര. വർണ്ണവെളിച്ചത്തിൽ മുങ്ങിയ അനന്തപുരിയെ സ്വർഗതുല്യമാക്കി കാഴ്ചകൾ കടന്നുപോയി. ഫ്ലോട്ടുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ, ഫ്ലോട്ടുകളിലെ അഴകിൻ്റെ കാര്യത്തിൽ, അതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കലാരൂപങ്ങളുടെ കാര്യത്തിലൊക്കെ അതിഗംഭീരമായിരുന്നു. ഒരുപാട് ആളുകളാണ് ഈ കലാരൂപങ്ങളും ഈ ഘോഷയാത്രയും കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഈ അനന്തപുരിയിലേക്ക് എത്തിയത്. അടിപൊളിയായിരുന്നു, പക്ഷെ പെട്ടെന്ന് തീർന്നു പോയി. അതേ സമയം പോയത് അറിഞ്ഞില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലോട്ട് ഏതാ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷത്തേക്കാളും ഒത്തിരി മനോഹരമായിരുന്നു. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എല്ലാവരും ഓണം ടാറ്റ പറഞ്ഞു പോവുകയാണ്. നിറങ്ങളിൽ നീരാടി നിൽക്കുകയായിരുന്നു തലസ്ഥാന നഗരി. എവിടെയും വർണ്ണവിസ്മയ കാഴ്ചകൾ. മുഖ്യമന്ത്രിയും ഗവർണറുമടക്കം VIP-കൾ സെൻട്രൽ ലൈബ്രറിക്ക് മുന്നിൽ കാഴ്ചകൾക്ക് സാക്ഷിയായി. ഓണം ഒരുമയുടേതാണെന്ന് മുഖ്യമന്ത്രിയും ഗവർണറും കാണിച്ചു തന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ ഇരുവരും എല്ലാം മറന്ന് സന്തോഷം പങ്കിട്ടു. ബഹുമാനപ്പെട്ട മൈ എൽഡർലി ബ്രദർ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ ജി, I wish all of you again a prosperous year ahead so that our state will grow more and more under the leadership of Vijayan ji. ദുരന്തങ്ങളുടെ വിഷമതകളില്ലാതെയായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ഓണം വാരാഘോഷം. തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ വകുപ്പുകൾ കഠിനമായി പരിശ്രമിച്ചു. ട്രേഡ് ഫെയറിലും ഭക്ഷ്യമേളയിലും കുടുംബസമേതം എത്തുന്നവരുടെ തിരക്കാണെങ്കിൽ ഓണം വൈബ് കളറാക്കാനാണ് പുതുതലമുറക്കാർ എത്തിയത്. നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസന്റെ ഗാനമേളയും നിശാഗന്ധിയിൽ അരങ്ങേറി. തലസ്ഥാനത്തെ ഓണാഘോഷങ്ങൾ തുടങ്ങിയത് ഈ ദീപാലങ്കാരങ്ങൾ സാക്ഷിയാക്കിയാണ്. ഇന്നത് അവസാനിക്കുമ്പോൾ ആളുകൾ ഇതാ ഓണവും കൊണ്ട് നടന്നു നീങ്ങുകയാണ്. അതും തിളക്കത്തോടെയാണ് അവസാനിക്കുന്നത്. ടീം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.